പല വഴിക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വം നീങ്ങുകയാണ്, അഥവാ ആ നേതൃത്വം അത്തരത്തിലൊരു പ്രതീതി ജനങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചു കഴിഞ്ഞു എന്നാണ് എൻ്റെ അഭിപ്രായം. നോക്കൂ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ശക്തിയായി നമ്മളിപ്പോഴും പറയുന്നൊരു കാര്യം കോൺഗ്രസിലെ ഗ്രൂപ്പുകളാണ്, അല്ലേ? ഇപ്പം നമുക്കറിയുന്നത് പോലെ കാലാകാലങ്ങളായിട്ട് കോൺഗ്രസിൽ അതിശക്തമായ രണ്ട് ഗ്രൂപ്പുകളുണ്ടായിരുന്നു. കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ ഐ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, എ കെ ആൻ്റണിയുടെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. രണ്ട് ഗ്രൂപ്പുകളായിട്ട് നിൽക്കുമ്പോഴുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിന് അതിൻ്റേതായിട്ടുള്ളൊരു ഡിസിപ്ലിൻ കൂടി ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ. ഇപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്നത് ഒരു മൂന്നാം ഗ്രൂപ്പിൻ്റെ പിറവിയാണ്. രമേശ് ചെന്നിത്തലയുടെയും കെ സി വേണുഗോപാലിൻ്റെയൊക്കെ നേതൃത്വത്തിൽ എന്തായിരുന്നു മൂന്നാം ഗ്രൂപ്പ് ഉണ്ടാകാനുള്ള കാരണം? കെ മുരളീധരനെ കെ കരുണാകരൻ അധികാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നതിൻ്റെ പ്രതിഷേധമായിട്ടാണ് രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും എം എ ഷാനവാസും അടക്കമുള്ള കരുണാകര ഭക്തരെല്ലാം കൂടി ചേർന്ന് തിരുത്തൽവാദികൾ എന്ന് പറഞ്ഞിട്ട് മൂന്നാമതൊരു ഗ്രൂപ്പ് കൂടി ഉണ്ടാക്കുന്നത്. അങ്ങനെ അതിശക്തമായ മൂന്ന് ഗ്രൂപ്പുകളായിരുന്നു കേരളത്തിലെ കോൺഗ്രസിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, കോൺഗ്രസിൻ്റെ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് നമുക്കറിയാമല്ലോ, കെ കരുണാകരൻ മരിക്കുന്നതോടുകൂടി ആ ഗ്രൂപ്പ് ശിഥിലമാവുകയാണ്. അഥവാ ഐ ഗ്രൂപ്പ് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പായി മാറുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഉമ്മൻചാണ്ടിയുടെ മരണമാണ്. ഉമ്മൻചാണ്ടിയുടെ മരണത്തോടുകൂടി എ ഗ്രൂപ്പ് ശിഥിലമാവുകയും ചെയ്യുന്നു. ഇപ്പോൾ ആ ഗ്രൂപ്പിലുള്ള ആളുകൾ തമ്മിൽ മൂപ്പളമ തർക്കമാണ്. ആരാണ് ആ ഗ്രൂപ്പിനെ നയിക്കുന്നത് എന്നതിനെ ചൊല്ലിയാണ് തർക്കം. ആ ഗ്രൂപ്പ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അത് പല വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വേറൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. ഇനി ഐ ഗ്രൂപ്പ്, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഐ ഗ്രൂപ്പ് ഒട്ടൊക്കെ ശക്തമായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ അനുയായി ആയിരുന്നയാളാണ് ഇന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വി ഡി സതീശൻ എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരു ഇക്വേഷൻ കോൺഗ്രസിനകത്ത് രൂപപ്പെടുന്നു. വി ഡി സതീശൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ട് വരുന്നു കെ സി വേണുഗോപാൽ. ഐ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയുടെ അനുയായിയായിട്ടുള്ള കെ സി വേണുഗോപാൽ ദേശീയ നേതൃത്വത്തിൽ വളരെ ശക്തനായി മാറുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ ഇപ്പോൾ ഗ്രൂപ്പില്ലായ്മ അഥവാ വേറൊരു തരത്തിലുള്ള അനാർക്കിസം രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അതാണ് ഞാൻ ഈ പറയുന്നത്. കോൺഗ്രസിൻ്റെ ശക്തിയായിട്ട് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത് അവരുടെ ഗ്രൂപ്പുകളായിരുന്നു. ആ ഗ്രൂപ്പുകൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു, ഒരു നേതൃത്വം ഉണ്ടായിരുന്നു, അവർക്ക് അവരുടേതായിട്ടുള്ള അജണ്ടകളുണ്ട്. ആ ഗ്രൂപ്പുകൾ വലിയ ഫൈറ്റുകൾ നടത്തിയിട്ടുണ്ട് കോൺഗ്രസിനകത്ത്. അതൊക്കെ ആ കോൺഗ്രസിനെ ഒരർത്ഥത്തിൽ ശക്തിപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് സഹായിച്ചിട്ടുള്ളത് ഇന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ അനാർക്കിസമാണ് കോൺഗ്രസിനകത്ത്. ആരാണ് യഥാർത്ഥ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ആർക്കൊക്കെ പിന്നിൽ ആരൊക്കെയുണ്ട്, ആരൊക്കെ എന്തൊക്കെ ആകാൻ ആഗ്രഹിക്കുന്നു, ഇങ്ങനെ പല തരത്തിലുള്ള കൺഫ്യൂഷൻസ് അതിനകത്തുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2026 തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് കാണുന്നത് ഒരു അധികാരത്തിലേക്ക് തിരിച്ചു വരാം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി വിജയൻ ഭരിക്കുന്നു, ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടാകാം. ആ ആൻറ്റി ഇൻകംബൻസിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അധികാരത്തിൽ വരാമെന്ന് കോൺഗ്രസ് വിചാരിക്കുന്നു. അങ്ങനെ അധികാരത്തിൽ വരാമെന്ന് കോൺഗ്രസ് വിചാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് പ്രശ്നമുണ്ടാവുക? ആരധികാരത്തിൽ വരണം എന്നുള്ളതാണല്ലോ പിന്നുള്ള പ്രശ്നം. ആരധികാരത്തിൽ എന്ന് പറഞ്ഞാൽ ആര് മുഖ്യമന്ത്രിയാകണം എന്നുള്ളതാണ് കോൺഗ്രസിലൊരു ചോദ്യം എന്ന് പറയുന്നത്. അതിന് കുപ്പായം തുന്നിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ തന്നെ കോൺഗ്രസ്സിൽ അവരുടേതായ നീക്കങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം പല തട്ടിലായിട്ട് പല വഴിക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയാനുള്ള കാരണം. ഇപ്പോൾ ഉദാഹരണത്തിന് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ്. സാധാരണഗതിയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ രണ്ടു പേർക്കാണല്ലോ അവസരമുള്ളത്. ഒന്ന് KPCC പ്രസിഡന്റ്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്. ഇവരിൽ ആരെങ്കിലും ഒരാളാണ് മുഖ്യമന്ത്രിയായിട്ട് വരിക. ഇവിടെ ഇപ്പോൾ KPCC അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സാധ്യത എന്ന് പറയുന്നത് വി ഡി സതീശനാണ്. അപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണോ വേണ്ടയോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് കോൺഗ്രസ് രൂപപ്പെടുന്നു. അതിനാദ്യം ചെക്ക് വയ്ക്കുന്ന ആളാരാണ്? രമേശ് ചെന്നിത്തലയാണ്. കാരണം രമേശ് ചെന്നിത്തലയുടെ അനുയായിയായിരുന്നു വി ഡി സതീശൻ. രമേശ് ചെന്നിത്തലയെക്കാളും ജൂനിയറാണ് വി ഡി സതീശൻ. ഒരു പ്രത്യേക ഘട്ടത്തിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നു. രമേശ് ചെന്നിത്തലയുടെ പ്രശ്നം എന്താ? ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണ് കേരളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാക്കളിൽ ഒരാൾ. ഒരു ഗ്രൂപ്പിൻ്റെ നേതൃത്വം കൊടുത്തുകൊണ്ട് കരുണാകരന് ശേഷം ഐ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള നേതാവായിട്ട് നിന്നു. അദ്ദേഹം AICC സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചവരാണ് മമതാ ബാനർജി ആണെങ്കിലും കിരൺ കുമാർ റെഡ്ഡി ആണെങ്കിലും അശോക് ചവാൻ ആണെങ്കിലും അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ദേശീയ നേതൃത്വത്തിൽ NSUവിൻ്റെയും പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ ദേശീയ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നതിന് വലിയ ചുമതല വഹിച്ചിട്ടുള്ള ഒരാളായിരുന്നു ഈ പറയുന്ന പിന്നെ രമേശ് ചെന്നിത്തല. അപ്പോൾ സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തല സീനിയറാണ്. ആ സീനിയറായ തനിക്ക് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ ഒരു അവസരം ലഭിക്കണമെന്ന് രമേശ് ചെന്നിത്തല കരുതുന്നു. അതിൻ്റെ നീക്കങ്ങളാണ് രമേശ് ചെന്നിത്തല ആരംഭിച്ചിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പോൾ NSSൻ്റെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു, അദ്ദേഹം പിന്നെ SNDPയുടെ യോഗത്തിൽ പങ്കെടുക്കുന്നു, അദ്ദേഹം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടക്കുന്നു, സമസ്തയുടെ യോഗത്തിൽ പങ്കെടുക്കുന്നു. ഈ അർത്ഥത്തിൽ തനിക്ക് പാർട്ടിക്ക് പുറത്തൊരു വലിയ പിന്തുണയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നു. അപ്പം ഒന്നാമത്തെ ആൾ രമേശ് ചെന്നിത്തലയായി. പിന്നെ സ്വാഭാവികമായിട്ടും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അവസരമുണ്ട് എന്ന് അദ്ദേഹവും കരുതുന്നു. മൂന്നാമത് വേറൊരാൾ കൂടിയുണ്ട്, കെ സി വേണുഗോപാൽ, അല്ലേ? ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലും ഒരു സാധ്യതയായിട്ട് കാണുന്നു. അപ്പോൾ ഈ നിലയ്ക്കാണ് ഇപ്പോൾ കോൺഗ്രസിൽ കൺഫ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ആരാണ് നേതാവ് എന്നതിനെ ചൊല്ലിയാണല്ലോ തർക്കം വരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയകാര്യ സമിതി കൂടിയിട്ട് വി ഡി സതീശനെതിരായിട്ട് ആ പാർട്ടിക്കകത്ത് നടന്നൊരു നീക്കമാണ്. ഞാൻ അങ്ങനെ ഒരു സർവേ നടത്തിയതായിട്ട് മനസ്സിലാക്കുന്നില്ല. സതീശനൊരു സർവേ നടത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, നമ്മളൊക്കെ മാധ്യമ പ്രവർത്തകരാണ്, മാധ്യമ സ്ഥാപനങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളാണ്. മാധ്യമ സ്ഥാപനങ്ങൾ ഒരു സർവേ നടത്തുമ്പോൾ എത്ര ലക്ഷക്കണക്കിന് രൂപയാണ് നമ്മൾ ചിലവാക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ ഒരു ഏജൻസിക്ക് കൊടുത്തിട്ട് അവരാണല്ലോ ഈ സർവേ ഒക്കെ നടത്തുക എന്ന് പറയുന്നത്. ഇപ്പോൾ സതീശൻ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, സതീശൻ
സതീശൻ്റെ മുമ്പിൽ കഴിഞ്ഞ ഏതാനും തിരഞ്ഞെടുപ്പുകളിലുള്ള ഡാറ്റകളൊക്കെ പരിശോധിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആർക്കൊക്കെ സാധ്യത എന്നൊരു പഠനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ സതീശനെ കുറച്ച് കാണേണ്ട. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നു അല്ലേ, അതേപോലെ തന്നെ പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഇതൊക്കെ സിറ്റിംഗ് മണ്ഡലമാണ്, സംശയമില്ല. പിന്നീട് പാലക്കാട് നടന്നു, ചേലക്കര നടന്നു, വയനാട് നടന്നു. ഇവിടെയൊക്കെ വിജയിച്ച് വന്നിട്ടുണ്ട്. ഈ വിജയിച്ച് വന്നതിനകത്ത് സതീശൻ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. സതീശൻ നടത്തിയിട്ടുള്ള ചില സോഷ്യൽ എഞ്ചിനീയറിംഗ് ഗുണകരമായി വന്നിട്ടുണ്ട് പാർട്ടിക്ക്. അപ്പോൾ അതുകൊണ്ടാണല്ലോ സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തോൽക്കുകയാണെങ്കിൽ അതിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്, പക്ഷേ വിജയിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ആ അർത്ഥത്തിൽ നന്നായി ഒരു മെഷീനറിയെ ചലിപ്പിക്കുന്നതിന് സതീശൻ നന്നായി പണിയെടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ചേലക്കരയിലാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചേലക്കരയിൽ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞു, വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ചേലക്കര എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായിട്ട് 26 വർഷമായിട്ട് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നൊരു മണ്ഡലമായാൽ പോലും അവിടെ നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞു. അവിടുത്തെ ഒരു പ്രത്യേകത എന്തായിരുന്നു നമുക്കറിയുന്ന പോലെ VP സതീന്ദ്രനും അതുപോലെ തന്നെ മുഹമ്മദ് ഷിയാസും അവിടെ താമസിച്ച് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കായിരുന്നു. നമ്മളിതുവരെ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തന ശൈലിയിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഒരു വാർ റൂം ഉണ്ടാകുന്നു, എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു, എല്ലാ ബ്ലോക്ക് ബൂത്ത് തല കമ്മിറ്റികളും വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. അതിനകത്തൊക്കെ സതീശൻ്റെ ഒരു വലിയ റോൾ വഹിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പാലക്കാടാണെങ്കിൽ പോലും നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഈ അൻവർ സ്ഥാനാർത്ഥി അടക്കം നിർത്തി ഒരു വലിയ വെല്ലുവിളി ഉണ്ടാക്കിയപ്പോൾ സതീശൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആര് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ഞങ്ങളിവിടെ വിജയിച്ചു വരും എന്ന് പറഞ്ഞിട്ട് വളരെ കൃത്യമായ എന്താണ് ഏറെക്കുറെ ഒരു ധാർഷ്ട്യത്തോടുകൂടി തന്നെ സതീശൻ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം വെച്ചാൽ കൃത്യമായിട്ടുള്ള വോട്ടുകളെല്ലാം പിന്നെ സതീശൻ ഉറപ്പാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പറയുന്ന ആത്മവിശ്വാസത്തിൻ്റെ പ്രകടനം എന്ന് പറയുന്നത്. അവിടെ എന്താ നമ്മൾ കണ്ടത്, ഭൂരിപക്ഷം നല്ല രീതിയിൽ എന്താ പറയുക, ഷാഫിയേക്കാളും കൂടുതൽ ഭൂരിപക്ഷം ഉയർത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെ കെ മുരളീധരൻ അടക്കം ഉടക്കു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതും വളരെ പ്രധാനമാണ്. അപ്പം ആ അർത്ഥത്തിൽ സതീശന് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കണ്ടക്ട് ചെയ്യുന്നതിനകത്തൊരു ഇലക്ഷൻ മാനേജർ എന്നുള്ള നിലയ്ക്ക് തനിക്കൊരു പ്രാവീണ്യമുണ്ട്, കഴിവുണ്ട് എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സതീശൻ ഈ പറയുന്ന കണക്കുകൾ പറയുന്നത്. അതൊരു പ്രതിപക്ഷ നേതാവ് പറയേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം 2026 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയകാര്യ സമിതി കൂടുമ്പോൾ ഇനി ഒരു വർഷം കഷ്ടി അല്ലേ എന്ന് മാത്രവുമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. അപ്പം നമുക്കൊരു മുൻകൂർ പ്ലാൻ ഉണ്ടാവണമെന്നും ആ പ്ലാനുമായി ബന്ധപ്പെട്ട് എൻ്റെ കണക്കുകൂട്ടൽ ഇതാണ് എന്നും പറയാനാണ് സതീശൻ അവിടെ ശ്രമിച്ചത് എന്നുള്ളതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സതീശൻ മുഖ്യമന്ത്രിയാകാനുള്ള നീക്കമാണോ നടത്തുന്നത്? അത് അങ്ങനെ ആലോചിച്ചുകൊണ്ട് വളരെ ഏകപക്ഷീയമായിട്ട് കാര്യങ്ങൾ നീക്കുന്ന ഒരാളായിട്ട് സതീശനെ മാറ്റുന്നതിനകത്ത് മറ്റു ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ ഇല്ലെങ്കിൽ പോലും അത്തരം താല്പര്യക്കാരുടെ നാവുകളായിട്ട് ചില ആളുകൾ പ്രവർത്തിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പം 63 സീറ്റുകൾ എന്ന് സതീശൻ പറയുന്നൊരു കണക്കായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2001 ഏറ്റവും അവസാനം UDF ഏറ്റവും ഗംഭീരമായ വിജയം നേടിയത്. 2001 തെരഞ്ഞെടുപ്പിൽ AK ആന്റണിയുടെ നേതൃത്വത്തിൽ അന്ന് മത്സരിച്ച UDF ഏതാണ്ട് 100 സീറ്റ് നേടി അല്ലേ, 100 സീറ്റാണ് നേടിയത്. ആ 100 സീറ്റ് നേടുമ്പോൾ കോൺഗ്രസിൻ്റെ പിന്നെ സീറ്റ് എത്രയാണെന്നറിയോ? 63 സീറ്റാണ്. 63 സീറ്റിന് ശേഷം പിന്നെ കോൺഗ്രസ് ഇങ്ങോട്ടേക്ക് വരുമ്പം 2006 32 സീറ്റിലേക്ക് ചുരുങ്ങി, 2011 24 സീറ്റിലേക്ക് ചുരുങ്ങി, 2016 ആകുമ്പോഴത്തേക്കും വീണ്ടും 22 സീറ്റിലേക്ക് ചുരുങ്ങി, ഇപ്പോൾ 21 സീറ്റിലേക്ക് ചുരുങ്ങി. അപ്പം യഥാർത്ഥത്തിൽ അവസാനത്തെ ഒരു നല്ല വിജയമെന്ന് കോൺഗ്രസിന് വിചാരിക്കാൻ പറ്റുന്നത് 2001 വിജയം മാത്രമാണ്. അന്ന് 63 സീറ്റുണ്ട്. ഇപ്പോൾ പിന്നെ സതീശൻ പറയുന്നത് ഓൾറെഡി 21 സീറ്റ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഈ 21 സീറ്റ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല വേവ് നിൽക്കുന്ന സമയത്താണ്. അതായത് ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു തരംഗം ശക്തമായി സംസ്ഥാനത്തുള്ള സമയത്ത് 21 സീറ്റുകളിൽ വിജയിച്ച് കയറാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ 21 സീറ്റുകൾ അഷ്വ ആണ്. ബാക്കി നമ്മൾ നേരത്തെ വിജയിച്ചിട്ടുള്ള 63 സീറ്റിൽ 42 സീറ്റുണ്ട്. ആ 42 സീറ്റുകൾ കൂടി വിജയിച്ചാലേ നമുക്ക് കംഫർട്ടബിൾ ആയൊരു മെജോറിറ്റി ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളതാണ് സതീശൻ യഥാർത്ഥത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള കണക്ക്. പക്ഷേ അതിനെതിരായിട്ട് അനിൽകുമാർ സംസാരിക്കുന്നു. താങ്കൾ നേരത്തെ പറഞ്ഞ കണക്ക് ശൂരനാട് രാജശേഖരൻ സംസാരിക്കുന്നു. അനിൽകുമാർ അങ്ങനെ വളരെ എന്താ പറയുക, പെട്ടെന്നുണ്ടായ ഒരു സ്പോണ്ടേനിയസ് ഔട്ട് ബേസ്റ്റ് ഒന്നും അല്ല അനിൽകുമാറിൻ്റെത്. അത് വളരെ പ്ലാന്റഡ് ആയിട്ടുള്ള ഔട്ട് ബേസ്റ്റ് ആണ്. അനിൽകുമാർ ഇപ്പോൾ ആരോടൊപ്പം നിൽക്കുന്നത്? KC വേണുഗോപാലിനോടൊപ്പം നിൽക്കുന്നത്. ആ അർത്ഥത്തിൽ ഈ പറയുന്ന അങ്ങനെ നിങ്ങൾ അൺഒപ്പോസ്ഡ് അല്ല, ഈ പോസ്റ്റിലേക്ക് നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട, നിങ്ങൾ അൺഒപ്പോസ്ഡ് അല്ല, മറ്റു പലരും ഇതിന് തയ്യാറെടുക്കുന്നുണ്ട്, ഇത് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടന്നത് അതിനകത്തുള്ളത്. പക്ഷേ ആത്യന്തികമായിട്ട് എന്താ സംഭവിച്ചത്? ഈ പറയുന്ന രാഷ്ട്രീയകാര്യ സമിതി എന്തിനാണ് വിളിച്ചു ചേർത്തത്? ഒരു ഐക്യമുറപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ? ഈ സമാധാന സമ്മേളനം വിളിച്ചുകൂട്ടി അടിച്ചു പിരിഞ്ഞു നമ്മൾ കേട്ടിട്ടില്ല. സമാധാനത്തിന് വേണ്ടി സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് അടിച്ചു പിരിയുന്ന ഒരു അവസ്ഥയായി ഇപ്പോൾ ഈ KPCC രാഷ്ട്രീയകാര്യ സമിതി. യഥാർത്ഥത്തിൽ ഐക്യമുണ്ടാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു ചേർത്തൊരു യോഗത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുലഭ്യം പറയുന്ന രീതിയിൽ ആ യോഗം അവസാനിച്ചു എന്ന് മാത്രമല്ല, അരുൺ പറഞ്ഞതുപോലെ അതിനുശേഷം നടത്തേണ്ടിരുന്ന സംയുക്ത വാർത്താ സമ്മേളനം നടന്നില്ലെന്ന് മാത്രമല്ല, ഇനി അത് നടക്കുമോ എന്ന കാര്യത്തിലും ആശങ്കയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു ശില്പശാല നടത്തും എന്നാണ് ഇവർ പറയുന്നത്. നോക്കൂ, ഒരു പാർട്ടിക്കകത്ത് എങ്ങനെയാണ് ഒരു ശില്പശാല നടത്തി ഐക്യമുണ്ടാക്കുക? ഐക്യമുണ്ടാക്കാനല്ലോ ശില്പശാല നടത്തുന്നത്. ശില്പശാല എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഐക്യത്തോടുകൂടി നടത്തി ശില്പശാല നടത്തി ഒരു ഫോർവേഡ് പ്ലാൻ ഉണ്ടാക്കി ആ ഫോർവേഡ് പ്ലാൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ഒരു കൃത്യമായ ധാരണ ഉണ്ടാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. ഇതിപ്പം കോൺഗ്രസ് നടത്താനിരിക്കുന്ന ശില്പശാല ഐക്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങേയറ്റം പരിതാപകരമാണ് കേട്ടോ. ഏതെങ്കിലും തരത്തിലുള്ള അവസരം, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഈ ആൻറ്റി ഇൻകംബൻസി വേവ് ഉണ്ടെങ്കിൽ പിന്നെ ഭരണം ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കേണ്ട.
ആന്റി ഇൻകംബൻസി വേവ് വന്നാൽ പോലും ഭരണമുണ്ടായ ചരിത്രം അടുത്തിടെ നടന്ന 2 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചിട്ടുണ്ട്. ഒന്ന് ഹരിയാനയിൽ അതിശക്തമായ ആന്റി ഇൻകംബൻസി വേവ് ആയിരുന്നു അല്ലേ, സർക്കാർ വിരുദ്ധ തരംഗമായിരുന്നു. അതിമനോഹരമായി BJP നടത്തിയ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ വളരെ മനോഹരമായിട്ട് അവർ ആ സംസ്ഥാനം പിടിച്ചെടുത്തു. അതുപോലെ തന്നെയായിരുന്നല്ലോ മഹാരാഷ്ട്ര. എന്തൊക്കെ ബേണിംഗ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അവിടെ, തൊഴിലില്ലായ്മ ഉണ്ടായിരുന്നു, മറാത്തി റിസർവേഷൻ പ്രശ്നം ഉണ്ടായിരുന്നു, കർഷകരുടെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? അതിഗംഭീരമായിട്ട് BJP അവിടെ വിജയിച്ചു വന്നു എന്നതാണ്. അത് വളരെ മനോഹരമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. അതുകൊണ്ട് ഒരു ആന്റി ഇൻകംബൻസി ഉണ്ടാകും. ആ ആന്റി ഇൻകംബൻസിയിൽ പിണറായി വിജയനെതിരായിട്ടും CPM-നെതിരായിട്ടും ഇടതുപക്ഷത്തിനെതിരായിട്ടും ഒരു തരംഗം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആഞ്ഞടിക്കും. അപ്പോൾ നമുക്ക് പുതിയ കുപ്പായവും തുന്നി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി കേരളത്തിലൊരു മന്ത്രിസഭ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് UDF ഇരിക്കണ്ട. കാരണം സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് പുതിയൊരു കാര്യമാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ സതീശൻ എടുത്തൊരു നല്ല ഇനിഷ്യേറ്റീവാണ്. ആ ഇനിഷ്യേറ്റീവിനെയാണ്, അതിൻ്റെ മുനെയാണ് ഒടിച്ചിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്, അതായത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങേയറ്റം പരിതാപകരമായ ഒരു ചിത്രമാണ്. അതുകൊണ്ട് 2026 മുഖ്യമന്ത്രിയാകാൻ AK ആന്റണി പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, AK ആന്റണി അവസാനം നടത്തിയ സമ്മേളനത്തിൽ പറഞ്ഞത് അറിയാമോ? മുഖ്യമന്ത്രിയാകാൻ കുപ്പായം തുന്നിയിട്ടല്ല ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടത്. അതുകൊണ്ട് അത്തരം പണികളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പാർട്ടിയെ സംഘടിപ്പിക്കാൻ നോക്കൂ എന്നാണ് ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള AK ആന്റണി പറഞ്ഞത്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഐക്യത്തോടു കൂടി പോയാൽ കോൺഗ്രസിന് കൊള്ളാം എന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.